ഹലോ, ഡൈ എക്സ്റ്റേണൽ ത്രെഡിംഗ് റീമിങ്ങിനെ കുറിച്ചുള്ള ഈ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് ആരംഭിക്കാം. ചില പഠന ലക്ഷ്യങ്ങളുമായി ഈ സെഷൻ ആരംഭിക്കാം. ഈ വിഷയത്തിന് അവസാനം നിങ്ങൾക്ക് കഴിയുന്നത് സ്റ്റഡുകളെക്കുറിച്ചും ഡൈകളെക്കുറിച്ചും അവയുടെ തരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. ഡൈസ് ഉപയോഗിച്ചുള്ള ബാഹ്യ ത്രെഡിങ്ങിനെ കുറിച്ച് അറിയാൻ ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും: ഡൈസ് ആൻഡ് ഡൈ സ്റ്റോക്ക്, വൈസ്, ഹാൻഡ് റീമർ, ടാപ്പ് റെൻസ്, സ്റ്റഡ് ബോൾട്ട് അല്ലെങ്കിൽ ബ്ലാങ്ക്, ബോൾട്ടുകളും നട്ടുകളും, ഗോ ആൻഡ് നോ ഗോ ഗേജ്, വൈസ് ക്ലാമ്പ്, ട്രൈ സ്ക്വയർ, സിലിണ്ട്രിക്കൽ പിൻസ്. ആവശ്യമുള്ള വസ്തുക്കൾ: കട്ടിംഗ് ഫ്ലൂയിഡ് ആവശ്യാനുസരണം. സ്റ്റഡുകളും ബോൾട്ടുകളും എന്താണ്? ഒരു അറ്റത്ത് ഹെഡുള്ള ഒരു ത്രെഡ് ഷാഫ്റ്റാണ് ബോൾട്ട്. അതേസമയം സ്റ്റഡ് ബോൾട്ടിന് രണ്ടറ്റത്തും ത്രെഡുകളുണ്ട്. മധ്യത്തിൽ ഒരു പ്ലെയിൻ ശംഖ്. ഡൈ ടൂൾ: ഫീമെയിൽ നട്ടുമായി ഇണചേരുന്ന മെയിൽ ബോൾട്ട് ഭാഗം മുറിച്ചോ രൂപപ്പെടുത്തിയോ സ്ക്രൂ ത്രെഡുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഡൈ. വ്യത്യസ്ത തരം ഡൈകളെക്കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഡൈകളെ ഇനി പറയുന്ന രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. സർക്കുലർ സ്പ്ലിറ്റ് ഡൈ, ഇവയെ ബട്ടൺ ഡൈ എന്നും വിളിക്കുന്നു. ഹാഫ് ഡൈ, കൂടാതെ അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ. സർക്കുലർ സ്പ്ലിറ്റ് ഡൈകളെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ നോക്കാം. ബാഹ്യ സ്ക്രൂ ത്രെഡുകൾ മുറിക്കുന്നതിന് സർക്കുലർ സ്പ്ലിറ്റ് ഡൈകൾ ഉപയോഗിക്കുന്നു. അവ ഒരു ഡൈ സ്റ്റോക്ക് ഉപയോഗിച്ച് മാനുവലായി അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഡൈ ഹോൾഡർ ഉപയോഗിച്ച് യാന്ത്രികമായി ഉപയോഗിക്കാം. സർക്കുലർ സ്പ്ലിറ്റ് ഡൈകൾക്കുള്ള ബട്ടൺ പാറ്റേൺ സ്റ്റോക്കിന് സൈഡ് സ്ക്രൂകൾ ഉണ്ട്. അത് കട്ടിൻ്റെ വലിപ്പവും ആഴവും മാറ്റാൻ നിങ്ങളെ അനുവദിക്കുന്നു. സെൻറ്റർ സ്ക്രൂ നീക്കി സജ്ജീകരിക്കുമ്പോൾ അത് കട്ടിൻ്റെ ആഴം നിയന്ത്രിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് കൃത്യമായ എക്സ്റ്റേണൽ സ്ക്രൂ ത്രെഡുകൾ നിർമ്മിക്കാൻ കഴിയും. ഹാഫ് ഡൈ: വൃത്താകൃതിയിലുള്ള സ്പ്ലിറ്റ് ഡൈകൾ ജോഡികളായി ഉപയോഗിക്കുന്നു. ഹാഫ് ഡൈകൾ കൂടുതൽ ശക്തമാണ്. എക്സ്റ്റേണൽ സ്ക്രൂ ത്രെഡുകളുടെ കൃത്യമായ ത്രെഡിങ്ങിനായി കട്ടിൻ്റെ ആഴം നിയന്ത്രിക്കാൻ എളുപ്പമുള്ള ക്രമീകരണങ്ങൾ നടത്താം. ഡൈ സ്റ്റോക്കിൻ്റെ സ്ക്രൂ മുറക്കുന്നതിലൂടെ ഡൈ കഷ്ണം അടുത്ത് കൊണ്ടുവരാനും സ്ക്രൂ അഴിച്ചാൽ ഡൈ വേർപെടുത്താനും കഴിയും. ത്രെഡിങ്ങിൽ സഹായിക്കാൻ ഇതിന് ഒരു പ്രത്യേക ഡൈ ഹോൾഡർ ആവശ്യമാണ്. അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ: ഇത് ഒരു ഹാഫ് ഡൈക്ക് സമാനമായ 2 പീസ് ഡൈ ആണ്. കൃത്യമായതും ബഹുമുഖവുമായ ബാഹ്യ സ്ക്രൂ ത്രെഡ് കട്ടിങ്ങിനായി സ്പ്ലിറ്റ് ഡൈകളേക്കാൾ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ കഴിയും. അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ പ്ലേറ്റ് ഡൈ: ത്രെഡ് പ്ലേറ്റ്, അതായത് ഗൈഡ് പ്ലേറ്റ് ഉപയോഗിച്ച് കോളറിൽ സുരക്ഷിതമായി പിടിപ്പിച്ചിരിക്കുന്ന 2 ഡൈ ഹാളുകൾ ഉൾക്കൊള്ളുന്നു. അത് ഫാസ്റ്റനിങ് മെക്കാനിസമായും ഗൈഡായും വർത്തിക്കുന്നു. ത്രെഡിംഗ് സമയത്ത് ശരിയായ വിന്യാസം ഉറപ്പാക്കുന്നു. കൃത്യമായതും സ്ഥിരതയുള്ളതുമായ സ്ക്രൂ ത്രെഡുകൾ ലഭിക്കുന്നു. ഗൈഡ് പ്ലേറ്റ് മുറുക്കുമ്പോൾ ക്വിക്ക് കട്ട് ഡൈ സ്റ്റോക്ക് സുരക്ഷിതമായി കണ്ടെത്തുകയും ഡൈ കഷ്ണങ്ങൾ കർശനമായി പിടിക്കുകയും ചെയ്യുന്നു. ഇത് കോളറിൻ്റെ അഡ്ജസ്റ്റബിൾ സ്ക്രൂ ഉപയോഗിച്ച് എളുപ്പത്തിൽ ക്രമീകരിക്കാൻ അനുവദിക്കുന്നു. ത്രെഡ് ആരംഭിക്കുന്നതിന് ഡൈ ഹാൾസിൻ്റെ ചുവടെയുള്ള ടേപ്പർ സഹായിക്കുന്നു. കൂടാതെ 2 കഷ്ണങ്ങൾക്കും ഓരോ ഡൈ ഹെഡിൻ്റെയും ഒരു വശത്ത് ഒരേ സീരിയൽ നമ്പറുകൾ സ്റ്റാമ്പ് ചെയ്തിരിക്കണം. സോളിഡ് ഡൈകൾ ഉപയോഗിക്കുന്നത് കേടായ ത്രെഡുകൾ പിന്തുടരുന്നതിനോ പുനഃസ്ഥാപിക്കുന്നതിനോ ആണ്, അല്ലാതെ പുതിയ ത്രെഡുകൾ മുറിക്കുന്നതിനല്ല. ഇവ വിവിധ അളവുകളിലും നിലവാരത്തിലും ഉണ്ട്. ശരിയായ അളവിലുള്ള സ്പാനർ ഉപയോഗിച്ച് വേണം ഇവ തിരിക്കുവാൻ. ആരംഭിക്കുന്നതിന് നമുക്ക് ബ്ലാങ്ക് സൈസ് പരിശോധിക്കേണ്ടതുണ്ട്. ബ്ലാങ്ക് സൈസ് D-P/10. ഇവിടെ D ബോൾട്ടിൻ്റെ വ്യാസം, P ത്രെഡിൻ്റെ പിച്ച്. ഡൈ സ്റ്റോക്കിൽ ഡൈ പിടിക്കുക. ഡൈ സ്റ്റോക്കിൻ്റെ സ്റ്റെപ്പിന് എതിർവശത്ത് ഡൈയുടെ മുൻഭാഗം വയ്ക്കുക. നല്ല ഗ്രിപ്പ് കിട്ടാൻ ഫോഴ്സ് ജോകൾ ഉപയോഗിക്കുക. ആവശ്യമുള്ള ത്രെഡ് നീളം മാത്രം വയസ്സിന് മുകളിൽ ബ്ലാങ്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഡൈ സ്റ്റോക്കിൻ്റെ സ്ക്രൂ മുറുക്കി ഡൈ പൂർണ്ണമായി തുറന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഡൈ ആരംഭിക്കുക. ബോൾട്ട് സെൻറ്റർ ലൈനിലേക്ക് ഡൈ ലംബമാണെന്ന് ഉറപ്പാക്കുക. ഡൈ സ്റ്റോക്കിൽ തുല്യമായി മർദ്ദം ചെലുത്തി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. കട്ടിംഗ് സാവധാനത്തിൽ നടത്തുക. ചിപ്പുകൾ കളയുന്നതിനായി
എതിർദിശയിൽ കുറച്ചു ദൂരം കറക്കുക. കട്ടിംഗ് പുരോഗമിക്കുമ്പോൾ കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുക. പുറം സ്ക്രൂകൾ ക്രമീകരിച്ചുകൊണ്ട് കട്ടിങ്ങിൻ്റെ ആഴം ക്രമേണ വർദ്ധിപ്പിക്കുക. മാച്ചായ നട്ട് ഉപയോഗിച്ച് ത്രെഡ് പരിശോധിക്കുക. നട്ട് മാച്ചാകുന്നതുവരെ കട്ടിംഗ് ആവർത്തിക്കുക. കട്ടിങ്ങിനിടയിൽ ഒരു ഇടവേള നൽകുക. ഒരേ സമയം മുഴുവൻ നീളവും കട്ട് ചെയ്യുന്നത് ത്രെഡിനെയും ഡൈയെയും കേടാക്കും. ഓരോ ചെറിയ കട്ടിലും ഡൈയിൽ നിന്ന് ചിപ്പ് നീക്കം ചെയ്യുക. ഹാൻഡ് റീമറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരു ദ്വാരത്തിൻ്റെ കൃത്യമായ വലിപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഒരു വർക്ക് പീസിലെ നിലവിലുള്ള ദ്വാരത്തിൻ്റെ മിനുസമാർന്ന ഇൻറ്റീരിയൽ ഭിത്തികൾ സൃഷ്ടിക്കുന്നതിനും റോട്ടറി കട്ടിംഗ് ടൂൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടുന്ന ഒരു കട്ടിംഗ് പ്രക്രിയയാണ് റീമിംഗ്. മുമ്പുള്ള ദ്വാരങ്ങൾ കൃത്യമായ വലുതാക്കുന്നതിനും പൂർത്തിയാക്കാനും ഉപയോഗിക്കുന്ന മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ഉപകരണമാണ് റീമർ. റീമറുകൾ ഇനി പറയുന്ന രീതിയിൽ തരം തിരിച്ചിരിക്കുന്നു: ഹാൻഡ് റീമറുകൾ, മെഷീൻ റീമറുകൾ. ടാപ്പ് റെഞ്ചുകൾ ഉപയോഗിച്ച് പിടിക്കാൻ ഹാൻഡ് റീമറുകൾക്ക് അറ്റത്ത് ചതുരാകൃതിയിലുള്ള സ്ട്രെയിറ്റ് ഷാങ്കുകൾ ഉണ്ട്. മെഷീൻ റീമറുകൾ ഒരു ഫ്ലോട്ടിംഗ് ചക്ക് ഉപയോഗിച്ച് മെഷീൻ ടൂളുകളുടെ സ്പിൻഡിലുകളിൽ ഘടിപ്പിക്കുകയും റീമിങ്ങിനായി തിരിക്കുകയും ചെയ്യുന്നു. മെഷീൻ സ്പിൻഡിൽ പിടിക്കാൻ മോഴ്സ് ടേപ്പർ ഷാങ്കുകൾ മെഷീൻ റീമറുകൾ നൽകിയിട്ടുണ്ട്. റീമറിനുള്ള ഡ്രിൽ വലിപ്പം എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പൂർത്തിയായ വലിപ്പം റീമറിൻ്റെ വ്യാസമാണ്. അണ്ടർ സൈസ് എന്നത് വ്യത്യസ്ത റേഞ്ചുകളിൽ ഉള്ള ഡ്രിൽ വ്യാസങ്ങളിൽ നിന്നും അനുവദനീയമായ ചെറിയ സൈസാണ്. ഡ്രിൽഡ് ഹോളിൻ്റെ വലിയ വലിപ്പം. ഒരു ട്വിസ്റ്റ് ഡ്രിൽ അതിൻ്റെ വ്യാസത്തേക്കാൾ വലുതായി ഒരു ദ്വാരം ഉണ്ടാക്കുമെന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നു. കണക്ക് കൂട്ടൽ ആവശ്യങ്ങൾക്കുള്ള ഓവർ സൈസ് 0.05 മില്ലിമീറ്ററായി എടുക്കുന്നു. സോഫ്റ്റ് മെറ്റീരിയലുകളിൽ അണ്ടർ സൈസ് എന്നത് 50% വലുതാണ്. ഡ്രിൽ വലിപ്പം സമം റീംഡ് വലിപ്പം മൈനസ് അണ്ടർ സൈസ് ഫിനിഷ്ഡ് സൈസ് സമം 10 മില്ലിമീറ്റർ. അണ്ടർ സൈസ് സമം 0.2 മില്ലിമീറ്റർ. ഓവർ സൈസ് സമം 0.05 മില്ലിമീറ്റർ. അതിനാൽ ഡ്രിൽ വലിപ്പം സമം 10 മൈനസ് 0.2 mm പ്ലസ് 0.05 mm. 10 മൈനസ് 0.25 mm സമം 9.75 mm. ഒരു ദ്വാരം റീം ചെയ്യുന്നതിനുള്ള പരിശീലനത്തിനുള്ള ജോലിക്രമം ഇപ്രകാരമാണ്: വൈസ് ജോലിയിൽ തുടരുക, ശരിയായ തരം റീമർ തിരഞ്ഞെടുക്കുക, ടാപ്പ് റെഞ്ചിൽ റീമർ പിടിക്കുക, ആവശ്യത്തിന് കൂളൻ്റ് ഉപയോഗിച്ച് ദ്വാരം മാറ്റുക, റീമിംഗ് ചെയ്യുമ്പോൾ ഒരേ അളവിലുള്ള പ്രഷർ നൽകുക, ഗോ നോ ഗോ ഗേജ് പ്ലഗ് ഉപയോഗിച്ച് ദ്വാരം പരിശോധിക്കുക. ഹാൻഡ് റീമിങ്ങിനായുള്ള നടപടിക്രമം: ഹോളുകളുടെ എൻഡുകൾ ചെറുതായി ചാംഫർ ചെയ്യുക. ഇത് ബറുകൾ നീക്കം ചെയ്യുന്നു, കൂടാതെ റീമറിനെ ലംബമായി വിന്യസിക്കാനും സഹായിക്കും. ബെഞ്ച് വൈസിൽ വർക്ക് പീസ് ഉറപ്പിക്കുക. പൂർത്തിയായ പ്രതലങ്ങളെ സംരക്ഷിക്കാൻ വൈസ് ക്ലാമ്പുകൾ ഉപയോഗിക്കുക. ജോലി ഹൊറിസോണ്ടലാണെന്ന് ഉറപ്പാക്കുക. തുടരാൻ റീമറിൻ്റെ ചതുരാകൃതിയിലുള്ള അറ്റത്ത് ടാപ്പ് റെഞ്ച് ദൃഢമായി ഘടിപ്പിക്കുക. ദ്വാരത്തിലേക്ക് റീമർ ലംബമായി തിരിക്കുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് അലൈൻമെൻറ്റ് സ്ഥിരീകരിക്കുകയും ആവശ്യമെങ്കിൽ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുക. മൃദുലമായ മർദ്ദം പ്രയോഗിച്ച് ടാപ്പ് റെഞ്ച് ഘടികാര ദിശയിൽ തിരിക്കാൻ തുടങ്ങുക. ടാപ്പ് റെഞ്ചിൻ്റെ രണ്ടറ്റത്തും തുല്യമർദ്ദം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ റീമർ റിവേഴ്സ് ദിശയിലേക്ക് തിരിയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത് ദ്വാരത്തിൽ സ്ക്രാച്ചിങ് ഉണ്ടാക്കാം. ദ്വാരത്തിൻ്റെ പൂർണ്ണമായ റീമിംഗ് ഉറപ്പാക്കുക. അടിയിൽ നിന്ന് വ്യക്തമായ ടേപ്പർ ലെഡ് നീളം ഉണ്ടെന്ന് ഉറപ്പാക്കുക. റീമറിൻ്റെ അറ്റം വൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതലത്തിൽ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. റീമർ നീക്കം ചെയ്യാൻ ദ്വാരം വ്യക്തമാകുന്നതുവരെ അത് മുകളിലേക്ക് വലിക്കുക. അതിനുശേഷം റീം ചെയ്ത ദ്വാരത്തിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും ബെറുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. വിതരണം ചെയ്ത സിലിണ്ടർ പിൻസ് ഉപയോഗിച്ച് ദ്വാരം നന്നായി വൃത്തിയാക്കി അതിൻ്റെ കൃത്യത വിലയിരുത്തുക. ഡൈ എക്സ്റ്റേണൽ ത്രെഡിങ്ങും റീമിങ്ങും സംബന്ധിച്ചുള്ള ഈ സെക്ഷൻ സമ്മറൈസ് ചെയ്യാം. ഡൈകളുടെ തരങ്ങൾ, ഡൈകൾ ഉപയോഗിച്ചുള്ള ബാഹ്യ ത്രെഡിംഗ്, ഹാൻഡ് റീമറുകൾ,
റീമർക്കുള്ള ഡ്രിൽ വലിപ്പം കണക്കാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു. വർക്ക് ശരിയാക്കൽ, ടാപ്പ് റെഞ്ച് ഉപയോഗിക്കൽ, സിലിണ്ടർ പിൻ ഉപയോഗിച്ച് കൃത്യത പരിശോധിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ഡൈകളുടെ തരങ്ങളും ഹാൻഡ് റീമിംഗ് പ്രക്രിയയും ഇതിൽ ഉൾപ്പെടുന്നു.